ശൗര്യവനെ ആനയുണ്ടോ? അയ്യോ സ്വാമിയേ, പൊന്നാമ്പാറ ഭാഗത്തൊക്കെ ആനക്കൂട്ട് ഇറങ്ങാറുണ്ട്. ഇറങ്ങുമെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കുക സ്വാമി. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കും. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. നീ കണ്ടിട്ടുണ്ടോ ആനെ? ഞാൻ ഒരിക്കലും ഇല്ല. അപ്പോ ഞാൻ എന്തായാലും ബ്രീഫ് ചെയ്യാം സാർ. ആയിക്കോട്ടെ. ഇവൻ മിലിറ്ററിയില്ല. ഒരു 6 മാസം മുന്നേ ഇവന്റെ പെങ്ങള് ഒരുത്തനോട്ട് ഒളിച്ചോടി. അത് ഈ യൂസഫായിട്ട് ഒളിച്ചോടി പോയെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. அதுக்கு பிறகு அந்த பொண்ணோட போனும் அந்த பொண்ணை கூட்டிட்டு போன ஆளோட போனும் ரெண்டுமே சுவிட்ச் ஆஃப்ல தான் இருந்துச்சு. സാർ, ആ കൊണ്ടുപോയവന്റെ ഫോൺ ഡീറ്റെയിൽ ഉണ്ടോ? இருக்கு சார். அது ஒரு கேரளா நம்பர். ஆனா அது ஃபேக் அட்ரஸா இருக்குமோன்னு சந்தேகமா இருக்கு சார். എൻ്റെ ഒരു വിശ്വാസം ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് സാർ. കാരണം കാണാതായ ഒരു പെണ്ണ് പോലും തിരിച്ചു വന്നിട്ടില്ല, ഒരാളെ കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല. ഇതൊരാൾ ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കോ അതോ ഒരു ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ ആയിരിക്കോ? സാർ, എൻ്റെ തോന്നൽ ഇത് ഒറ്റ ഒരുത്തനാണെന്നുള്ളതാണ്. ബോഡിയുടെ കെമിക്കൽ അനാലിസിസിൽ ഡിജിറ്റാലിസ് എന്ന കണ്ടന്റാണ് കണ്ടെത്തിയത്. ഇത് ഹാർട്ട് അറ്റാക്കിന് ഇൻഡ്യൂസ് ചെയ്യുന്ന വലിയ വിഷമാണ്. ഇത് ശരീരത്തിലെത്തുന്ന അളവിനനുസരിച്ച് മരണം പെട്ടെന്നും സംഭവിക്കാം, ദിവസങ്ങൾക്ക് ശേഷവും സംഭവിക്കാം. അത് പിന്നെ ദ്വീപ് നാളെ വരുന്ന വൈകുന്നേരം അമ്മ പറഞ്ഞു. പുള്ളിക്ക് ഒരാൾ ഓർമ്മയുണ്ട്, പക്ഷെ പുള്ളി പറഞ്ഞത് അവളുടെ കൂടെ ജോലി എടുത്തോണ്ടിരുന്ന ഒരുത്തനാന്നാ. ഞാനൊരു സ്കെച്ച് വരച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേ. ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട്. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ, ഒറ്റ വീട് കാട് കയറിയുന്നു.